യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ച ആ വലിയ കൃപയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആമുഖമായിട്ട് പറഞ്ഞ് സമയങ്ങൾ കളയുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ വേറെ ചിലർ അവനെ പരീക്ഷിച്ചു. ആകാശത്ത് നിന്നും ഒരടയാളം അവനോട് ചോദിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഭൗതികമായ ജീവിതത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ നടന്നവർ 5000-ൽ പരം പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും എത്രയാണെന്നുള്ളതിൻ്റെ കണക്ക് പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ കുറഞ്ഞത് ഒരു 10-15,000 ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. അന്ന് കാലത്ത് ജനങ്ങൾ കൂടുതലാണല്ലോ ഓരോ കുടുംബത്തും, അപ്പോൾ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ നടന്ന് അവർ വയറ് നിറയെ അപ്പം കഴിച്ചു, മീൻ കഴിച്ചു, പിന്നെ അടയാളങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു, രോഗം മാറി, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അവർ പറ്റി, അവർ അതൊക്കെ അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്കൊന്ന് തോന്നി, ആ കൂട്ടത്തിൽ നിന്നവരിൽ ആകാശത്ത് നിന്ന് ഒരു അടയാളം കൂടെ കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടെ അവർക്ക് തോന്നി. അപ്പോൾ ആകാശത്ത് നിന്നുള്ള അടയാളം കർത്താവ് പ്രത്യേകമായിട്ട് അങ്ങനെ ചോദിക്കുന്നവർക്ക് അടയാളമൊന്നും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ല. അടയാളങ്ങൾ ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം ആവശ്യമാണെന്ന് കർത്താവിന് തോന്നിയാൽ കർത്താവ് അത് ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ അവൻ എനിക്കൊരു രോഗസൗഖ്യം വേണം എന്ന് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. പക്ഷേ അവർ ഇതൊന്നും അല്ല ചോദിച്ചത്, അവർക്കൊരു അടയാളമാണ്. അവർ ആകാശത്ത് നിന്നും ഒരു അടയാളം ചോദിച്ചു. ആകാശത്ത് നിന്നുള്ള അടയാളം, ആകാശത്ത് നിന്നും തീയിറക്കി ഇവരെ നശിപ്പിച്ചു കളയണമേ എന്ന് ശിഷ്യന്മാർ 2 പേര്, യോഹന്നാനും യാക്കോബും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു തെളിവും കൂടെ വേദപുസ്തകത്തിലുണ്ട്. അപ്പം അതും കർത്താവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അടയാളങ്ങളൊന്നും കർത്താവ് ചെയ്യുന്നില്ല. അതല്ലാതെ യോശുവ ആകാശത്ത് നിന്നും അടയാളങ്ങൾ കാണിച്ചു കൊടുത്തു. സൂര്യനെയും ചന്ദ്രനെയും അസ്കോലം താഴ്വരകളിലും ഗിബെയയിലും അങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും നിർത്തി യുദ്ധം ചെയ്ത് ജയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ തമ്മിച്ചാൻ പറഞ്ഞു. അതും ആകാശത്തു നിന്നുള്ള അടയാളങ്ങളാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, അതിൻ്റെ 29-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, ഇത് അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ അതിന് ഒരു അടയാളവും ലഭിക്കുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളം ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. തെക്കേരാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനായിലും വലിയവൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഈ ഒരു അഭിപ്രായം, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു അഭിപ്രായം. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെയാണ് ഇത് കർത്താവ് പറയുന്നത്, വലിയവൻ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ്. അപ്പോൾ വലിയവൻ ആരാണ്? വലിയവൻ അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 27 മുതലുള്ള 32 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വലിയവൻ ആർ? അപ്പോൾ യോനായെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചൊന്ന് പറഞ്ഞില്ലെങ്കിൽ യോനായുടെ അടയാളം എന്താണെന്നുള്ളത് ബൈബിൾ വായിക്കാത്തവർക്കത് അറിയാൻ ബുദ്ധിമുട്ടാണ്. ബൈബിൾ വായിക്കുന്നവർക്ക് അറിയാം, എങ്കിലും ഞാനതിനെക്കുറിച്ച് ഒന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് യോനായ ചെയ്തിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് അറിയുകയും നിങ്ങൾക്ക് പഠിക്കാനും ബൈബിൾ വായിക്കാത്തവർക്ക് മനസ്സിലാക്കുവാനും അത് സാധിക്കും. യോനായുടെ അടയാളമാണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചതും യേശുക്രിസ്തു നടപ്പിലാക്കിയതും. ആ യോനായുടെ അടയാളം എന്താണ്? യോനായുടെ പുസ്തകത്തിൽ നോക്കിയാൽ യോന 1:14 വാക്യം താഴോട്ട് വായിക്കുമ്പോൾ,
നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. യഹോവയെ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളയുകയും സമുദ്രത്തിൻ്റെ കോപം മടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകളും നേർന്നു. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്നു. 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടക്കാൻ കാരണം എന്താണ്? യോന ദൈവകൽപ്പന ലംഘിച്ച് നിനവേലേക്ക് പോകാൻ പറഞ്ഞ യോന തർശീശിലേക്ക് യാത്ര ചെയ്തു. അത് കപ്പൽ കയറി പുള്ളി ഒളിച്ച് താമസിച്ച് കപ്പലിൻ്റെ അടിത്തട്ടിൽ കയറി ഉറങ്ങിക്കിടന്ന സമയത്ത് കപ്പൽക്കാർ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്നെ എടുത്ത് ഈ കടലിലേക്ക് ഇട്ടുന്നാൽ കടലിൻ്റെ കോളും കാറും അടിപൊളിയെന്നായിട്ടുള്ള ആ സംഭവങ്ങളെല്ലാം മാറിക്കിട്ടും. അതുകൊണ്ട് യോനയ്ക്ക് അറിയാം യോനയാണ് അതിലെ കുറ്റക്കാരൻ എന്നുള്ള ആ അറിവോടുകൂടെ യോന പറയുന്നു, നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിയാനായിട്ട് പറയുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ആ സന്ദർഭമാണത്. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുത്. യഹോവയെ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നല്ലോ. ഇവരുടെ അടുത്ത് കടലിലെടുത്ത് അവനെ എറിയുക മാത്രമല്ല, ആ രക്തത്തിൽ ഞങ്ങൾ പങ്കാളിയല്ല എന്ന് പൈലാത്തോസ് കൈ കഴുകുന്ന പോലെ അവർ കൈ കഴുകുകയും കൂടെ ചെയ്യുന്നതായിട്ടുള്ളൊരു വാക്യം കൂടിയാണത്. അപ്പം രണ്ട് കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. പീലാത്തോസ് പറഞ്ഞ കാര്യവും അവിടെ സംഭവിക്കുന്നുണ്ട്. അവർ യോനായെ എടുത്ത് കടലിലെറിയുന്നു. അവരുടെ രക്ഷയ്ക്കായിട്ട് അവരുടേതായ അവരുടെ യാത്ര സുഖകരമാക്കി തീർക്കുന്നതിന് വേണ്ടിയും യോന ആ യാത്രയിൽ പങ്കാളിയാകാൻ പാടില്ല എന്നുള്ളവർ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആ യോനയെ വിഴുങ്ങുന്നതിന് വേണ്ടി ദൈവം ഒരു വലിയ മഹാമത്സ്യത്തെ ആക്കി വെച്ചിരുന്നു. ആ മത്സ്യം അവനെ എടുത്ത് വിഴുങ്ങി. പിന്നെ അതിന് താഴോട്ട് വായിക്കുമ്പോഴത്തേക്കും 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മുഴുവനും യോനായുടെ പ്രാർത്ഥനയാണ്. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്നും അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ വീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്നും എനിക്ക് നീക്കം വന്നിരിക്കുന്നുവെങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എൻ്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങൾ വരെ ഇറങ്ങി, ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയി. ഇപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളുടെ ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്നും വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. ഇതാണ് യോന പ്രാർത്ഥിച്ചപ്പോൾ, യോന അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യോനയ്ക്ക് 3 രാവും 3 പകലും അവൻ ആ മത്സ്യത്തിൻ്റെ വയറിനകത്ത് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പരിണത ഫലമായിട്ട് ആ പ്രാർത്ഥനയോടുകൂടെ അവനെ കരയ്ക്ക് ആ മത്സ്യം ഛർദ്ദിച്ചു കളഞ്ഞു. അപ്പോൾ ആ മഹാമത്സ്യം എന്ന് പറയുന്നത് തിമിംഗലം തന്നെ ആയിരിക്കാം, അല്ലാതെ മറ്റൊരു മത്സ്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. തിമിംഗലമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു തിമിംഗലം ഇന്ന് കാലത്ത് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ തിമിംഗല ഛർദ്ദി വലിയ മൂല്യമുള്ളതാണ്, കോടികൾ വിലമതിക്കുന്നതാണ് പേപ്പർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യോന ഇപ്പോൾ വലിയ നല്ലൊരു മൂല്യമുള്ള ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ്. യോന തിമിംഗല ഛർദിയായി മാറിയിരിക്കുകയാണ്. തിമിംഗല ഛർദിക്ക് നല്ല വില കിട്ടുന്ന സന്ദർഭമാണിത്. അപ്പോൾ യോനയുടെ മൂല്യം വീണ്ടും വീണ്ടും അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും യഹോവ യോനയെ വെറുതെ വിടുന്ന വിഷയമില്ല. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത്, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവേലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവേലേക്ക് ചെന്നു. എന്നാൽ നിനവേ 3 ദിവസത്തെ വഴിയുള്ളൂ. അതിമഹത്തായൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു. ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കുശീല കൊടുത്തു. വാർത്ത നിനവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് ചാക്ക് പുതച്ച് ചാരത്തിൽ ഇരുന്നു.
അവൻ നിനവേക്കാർക്കൊക്കെ എല്ലാവർക്കും നിനവേയിലുള്ള സകല ജനങ്ങൾക്കും ഈ യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ അവൻ ഒരു മെസ്സേജ് കൊടുത്തു, എല്ലാവരും ഉപവാസം ചെയ്യണം. അതിനുള്ള ഒരു പ്രസിദ്ധമായിട്ട് ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. അവൻ ചാക്ക് ഉടുത്ത് ചാരത്തിലിരുന്ന് അങ്ങനെ വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലേക്ക് ഇറങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ച പ്രകാരം യോനയുടെ പ്രസംഗം അത് ഒന്നാമത്തെ കാര്യം യോന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു, യോനയ്ക്ക് ജീവരക്ഷ നൽകി. രണ്ടാമത്തെ കാര്യം യോനയുടെ പ്രസംഗത്തിൽ ആ ജനങ്ങൾ മാനസാന്തരപ്പെടുവാനിടയായി. ആ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. അവർ ആ വലിയ ഒരു വിപത്തിൽ നിന്നും ദൈവം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വലിയൊരു വിപത്തിൽ നിന്നും അവർക്ക് രക്ഷ നൽകുവാനായിട്ട് സാധിച്ചു. അതുപോലെ അതിനുശേഷം ഘോഷിച്ച് പരസ്യമാക്കിയത് രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞ ഇതാകുന്നു: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും ചാക്ക് പതിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും നീച പ്രവൃത്തികളും ഉപേക്ഷിച്ച് മനം തിരികെയും വേണം. ദൈവം പിന്നെയും മനസ്സരിഞ്ഞ് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം. അപ്പോൾ ദൈവം ഈ ഉഗ്രകോപത്തിൽ നിന്ന് മാറി അവർക്ക് രക്ഷ നൽകുന്നതായിട്ടുള്ള ആ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അത് അവർക്ക് കിട്ടുന്നതിന് വേണ്ടി, ആ ദൈവത്തിൻ്റെ ആ വലിയ ഒരു രക്ഷ കിട്ടുന്നതിന് വേണ്ടി അവർ വളരെ താഴ്മയായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ആ വലിയ സോദോം ഗൊമോറ പോലെയുള്ള ഒരു ഉന്മൂല നാശത്തിൽ നിന്നും അവർക്ക് വലിയൊരു വിടുതൽ കിട്ടുന്നതായിട്ടുള്ള 1,00,000-ൽ ചില്ലുവാനും ജനങ്ങൾ പാർത്തിരുന്നതായിട്ടുള്ള ആ നിലവിൽ വലിയൊരു വിടുതലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് നിനവേക്കാർ ക്രിസ്തുവിൻ്റെ കാലമാകുമ്പോഴത്തേക്കും നിനവേക്കാർ മരിച്ചുപോയിരുന്നതായിട്ടുള്ള അവസ്ഥയാണല്ലോ. അപ്പം ശലോമൻ്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമനിലും വലിയവൻ നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. അപ്പോൾ ആ ജനങ്ങൾ മരിച്ചുപോയി, എന്നാൽ അവർ അന്ത്യനാളിൽ അവർ ഉയർത്തെഴുന്നേറ്റ് അവർ ഇവരെ കുറ്റം വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവിനോട് ഈ അടയാളം ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള ജനത്തോട് അവർക്ക് മാനസാന്തരമല്ല, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതല്ല, അവർക്ക് അടയാളമാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് യോനയുടെ അടയാളം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. യോനയുടെ അടയാളം പറഞ്ഞു കൊടുത്ത് ആ യോന ചെയ്ത ആ അത്ഭുത പ്രവൃത്തിയുടെ ഫലമായിട്ട് അവിടെ രക്ഷപ്പെട്ട ജനങ്ങളുടെ അന്ത്യനാളിൽ അവർ ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനായിലും വലിയവൻ. അപ്പോൾ യോനായിലും വലിയവനായിരിക്കുന്നവൻ്റെ വാക്കുകൾ കേൾക്കാതെ കണ്ട് അവർ അടയാളവും ആകാശത്തിലെ അടയാളമാണ് അവർ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം. അതുപോലെ തന്നെ ശലോമോനെ കുറിച്ച് വിവരിക്കാൻ സമയമില്ല. യോനയെക്കുറിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് വിവരിച്ചതേ ഉള്ളൂ. അത് ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറുതിയിൽ നിന്നും ശേവരാജ്ഞിയും അങ്ങനെ പരിവാരങ്ങളും വന്ന് അവർ കർത്താവ് ഈ ശലോമോൻ്റെ ജ്ഞാനം കേട്ട് അവർ നേർവഴിക്ക് നടക്കുന്നതിനുള്ള ജ്ഞാനിയായിട്ടുള്ള ശലോമോൻ അതിന് പിൻപോ ഉണ്ടായിരിക്കുകയില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ശലോമോനിലും വലിയവൻ. അപ്പോൾ ലോകത്തിൽ ഇപ്പോൾ 2 വ്യക്തികളെ ആണ് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ശലോമോനും യോനയും. ഈ ശലോമോൻ്റെ ജ്ഞാനം കേട്ട് അവർ തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അപ്പോൾ തെക്കേ രാജ്ഞിയുടെ കൂടെ ഉണ്ടായിരുന്ന അവരും എഴുന്നേറ്റ് ഈ ജനത്തോട് കുറ്റം വിധിക്കുമെന്നാണ് ഇവിടെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറ്റം വിധിക്കുന്ന കാര്യത്തിൽ അത് ഒരുപക്ഷെ നമ്മളോടായിരിക്കോ, അതോ അപ്പോസ്തലിക സഭയിലുള്ള ആ ജനത്തോടാണോ, അതോ യഹൂദന്മാരോട് ആയിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നതെന്നുള്ളത് വ്യക്തമായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. എങ്കിലും അത് നമുക്കും ബാധകമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറ്റകൃത്യത്തിൽ നടക്കുന്ന എല്ലാവർക്കും ഈ വിധിന്യായം ബാധകമാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ആയിട്ടില്ലാത്തവർക്ക്
ക്രിസ്തുവിൻ്റെ വചനത്തോട് അനുബന്ധിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനും അത് അനുസരിക്കുവാനും കഴിവില്ല എങ്കിൽ നമ്മളെ വിധിക്കുന്നത് യേശു ക്രിസ്തുവല്ല, ഈ ജനങ്ങൾ തന്നെ നമ്മളെ കുറ്റം വിധിക്കും. അവർ ഒറ്റ വാക്യത്തിൽ തന്നെ കർത്താവിൻ്റെ വാക്കുകളെ അവർ അനുസരിച്ചുവെങ്കിൽ, യോഹന്നായുടെ വാക്ക് അനുസരിച്ചുവെങ്കിൽ, ശലോമോൻ്റെ വാക്ക് അനുസരിച്ചുവെങ്കിൽ, അവർ കർത്താവിൻ്റെ വാക്ക് നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ കുറ്റം തീർച്ചയായിട്ടും നമ്മളെയും അവർ വിധിക്കാൻ കാരണമായി തീരും. അതാണ് കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുയേശുവിൽ നമുക്ക് ഇത്ര വലിയൊരു രക്ഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ അടയാളം, അതായത് ഈ മൂന്നര കൊല്ലക്കാലം യേശു ക്രിസ്തു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ന്യായവിധിയിൽ ഈ ജനം തന്നെ നമ്മളെ ന്യായം വിധിക്കും. അന്ന് നമ്മൾ വളരെ നാണിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്തുയേശുവിൻ്റെ ഈ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അത് നിൽക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. ചെറിയ പിണക്കങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആരില്ലെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷയങ്ങൾ, അത് സഹോദരനായിട്ട് അടുക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒരുമപ്പെട്ട് നിന്നാൽ, ആ സ്നേഹത്തിൽ ക്രിസ്തുവിൽ നമുക്ക് പങ്കാളിയായി തീർന്നാൽ നമ്മൾ ഈ കുറ്റവിധിയിൽ നിന്നും ഈ യോനയുടെ നിലവേക്കാരിൽ നിന്നുള്ള കുറ്റവിധിയിൽ നിന്നും, അത് തെക്കൻ രാജ്ഞിയിൽ നിന്നുള്ള കുറ്റവിധിയിൽ നിന്നും നമ്മൾക്ക് ഒഴിവായി കിട്ടുവാനായിട്ടുള്ള ഒരു കാരണമായി തീരുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചെറിയ വാക്കിൽ നിന്ന് ഞാൻ ഇരുന്നുകൊള്ളുന്നു.